ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ എന്ന് വിമർശനം. ഇന്ത്യൻ നാവികസേന ആതിഥ്യം വഹിച്ച നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ IRIS ദേന ആണ് അമേരിക്ക ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത്. 87 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തി. ഇന്ത്യൻ തുറമുഖങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നു. മെറിനിലേക്കാണ് ആദ്യം. മെറിൻ, കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ അഭിമാനമായ മിലാൻ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത 87 നാവികർ ഇന്നിപ്പോൾ കടലിനടിയിലാണ്. രാജ്യം അതിലൊരു പ്രതികരണം നടത്തുന്നില്ല. അതിലെ രാഷ്ട്രീയ മാറ്റം നിർത്തിയാൽ തന്നെ അത് നമ്മുടെ പരിസരത്ത് നടക്കുന്ന ഒരു ആക്രമണം നമ്മൾ അറിയേണ്ടതുണ്ട്. ആ വിമർശനം ശരിയാണ് മെറിൻ? ഹാഷ്മി, ഇന്നലെയാണ് ഇന്ത്യ ആതിഥേയത്വം വെച്ച മിലാൻ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന ഇറാൻ യുദ്ധക്കപ്പലായ IRIS ദേനക്കെതിരെ ആക്രമണം നടന്നത്. ഇത് US പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സേത്ത് ആണ് ഈ ഒരു വിവരം പങ്കുവച്ചത്. ഈ ഒരു കപ്പൽ മുക്കിയെന്ന് തന്നെയായിരുന്നു പ്രതികരണം. അതായത് ഇതിന്റെ വീഡിയോകളും ആക്രമണ ദൃശ്യങ്ങളും അമേരിക്ക പുറത്തുവിട്ടിരുന്നു. ഇതിൽ 87 പേരുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയതായാണ് വിവരം. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്ക ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത്. ഒരു ടോർപിഡോ ഉപയോഗിച്ചാണ് ഈ ഒരു ആക്രമണമെന്നും പീറ്റ് ഹെക്സേത്ത് വിശദീകരിച്ചിരുന്നു. ഇത് അന്തർവാഹിനിയിൽ നിന്ന് തൊടുക്കുന്ന ഒരു ട്യൂബ് കണക്കെയുള്ള ഒരു ആയുധമാണിത്. അത് അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതാണ് ടോർപിഡോയുടെ പ്രത്യേകത. ഇത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയെന്നും അമേരിക്ക വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സേത്തിന്റെ പ്രതികരണം. ഇത് തന്നെയാണ് നിരവധി ചോദ്യങ്ങൾ തന്നെ ഉയർത്തുകയാണ്. ഇതിൽ 87 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. 32 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് വിവരം. 180 പേരാണ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശ്രീലങ്കൻ തീരത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു തീരത്തേക്കും കൂടെ ഒരു സമുദ്രമേഖലയിലേക്ക് കൂടെ ഈ ഒരു യുദ്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇറാന്റെ യുദ്ധക്കപ്പലായിട്ടുള്ള IRIS ദേന ആക്രമിച്ചെന്ന വിവരം ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ നിലപാടുകളും ഇപ്പോൾ നിർണായകമാകും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.